സുപ്രധാന വാർത്താ നിമിഷങ്ങളിലേക്ക് കേരള വിഷൻ ന്യൂസ് കടക്കുകയാണ്. സംസ്ഥാന ബജറ്റിന്റെ പൊതു ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കം. ഇന്ധന നികുതിക്കെതിരായ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സഭയിൽ പ്രതിപക്ഷ നേതാവ് സമരം പ്രഖ്യാപിക്കും. അതേസമയം സംസ്ഥാനത്ത് വെള്ളക്കരം കൂട്ടി. വർധനവ് ജനങ്ങൾക്ക് ഭാരമല്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ശരത് കെ ശശിയാണ് ഈ വാർത്ത നിയമസഭയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാന ബജറ്റിന്റെ പൊതു ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമാവുകയാണ്. ഇന്ധന നികുതിക്കെതിരായ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് സമരം പ്രഖ്യാപിക്കും. അതേസമയം സംസ്ഥാനത്ത് വെള്ളക്കരവും കൂട്ടി. വർധനവ് ജനങ്ങൾക്ക് ഭാരമല്ലെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണം. നികുതി വർധനവാണ് ഏറ്റവും പ്രധാനമായി ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കാൻ സാധ്യതയുള്ളത്. പെട്രോളിനും ഡീസലിനും 2% സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയ ബജറ്റിലെ നിർദ്ദേശം, ആ നിർദ്ദേശത്തിനെതിരെയായിരിക്കും ഇന്ന് സഭ പ്രക്ഷുബ്ധമാവുക. ഇതിനെതിരെ പ്രത്യക്ഷ സമരം സഭയിൽ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരത് കെ ശശിയാണ് നിയമസഭ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരത്, സഭാതലം ചൂടുപിടിക്കുകയാണോ? എന്താണ് സഭയിൽ നടക്കുന്നത്? ഫിറോസ്, പ്രതിപക്ഷം ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. ഈ സംസ്ഥാനത്ത് ഭക്ഷ്യ വിഷബാധ മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മറുപടി നൽകാൻ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്തുടനീളം വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള നടപടികൾ കാര്യക്ഷമമായി കൈക്കൊള്ളുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത്. സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകിക്കൊണ്ട് ആരോഗ്യമന്ത്രി ഇപ്പോൾ സംസാരിക്കുകയാണ്. ശരത്, ഈ വെള്ളക്കരം കൂട്ടിയതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും സഭയിൽ ചർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഫിറോസ്, വെള്ളക്കരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കപ്പെട്ടു. അതിൽ വെള്ളക്കരം വർധനവിനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ കണക്കുകൾ നിരത്തിയുള്ള വിശദീകരണം നൽകിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, വലിയ നഷ്ടത്തിലാണ് വാട്ടർ അതോറിറ്റി പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിലവർധനവല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്നുള്ള വിശദീകരണമാണ് ഇക്കാര്യത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ലിറ്ററിന് 1 പൈസ വെച്ച് വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മന്ത്രി അറിയിക്കുന്നത്. ഒരു 1000 ലിറ്റർ വെള്ളം നൽകുന്നതിന് വാട്ടർ അതോറിറ്റി ചെലവാകുന്ന തുക എന്ന് പറയുന്നത് 22.85 രൂപയാണ്. എന്നാൽ ഇതിന്റെ വരവ്, ഈ 1000 ലിറ്റർ വിൽപ്പന നടത്തുമ്പോൾ ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 10 രൂപ 92 പൈസ മാത്രം. അതായത് 1000 ലിറ്റർ വെള്ളം ജനങ്ങൾക്ക് നൽകുമ്പോൾ ആ തുകയിൽ വാട്ടർ അതോറിറ്റിക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. 11.93 രൂപ, 11 രൂപ 93 പൈസയുടെ നഷ്ടമാണ് സർക്കാരിന് ഉണ്ടാകുന്നത്. ഈ രീതിയിൽ വലിയ നഷ്ടത്തിലേക്ക് വാട്ടർ അതോറിറ്റി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് മറ്റ് പോംവഴികളില്ലാതെ ഈ വിലവർധനവ് നടപ്പാക്കേണ്ടി വരുന്നത് എന്ന ഒരു വിശദീകരണമാണ് മന്ത്രി നൽകുന്നത്. 1263 കോടി രൂപ KSEBിക്ക് നൽകാനുണ്ട്. 2021-22 മാത്രം KSEB വാട്ടർ അതോറിറ്റിയുടെ സഞ്ചിത നഷ്ടം 44,911 കോടി രൂപയാണ് എന്നും അത്തരമൊരു സ്ഥിതിവിശേഷമാണ് ഈ ഒരു വിലവർധനവിലേക്ക് നയിച്ചത് എന്നും മന്ത്രി വിശദീകരിക്കുന്നു. നേരത്തെ മന്ത്രി ഈ സഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പറഞ്ഞത് ഇത് വലിയൊരു വിലവർധനവല്ല. ഒരു കുപ്പിവെള്ളം 20 രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ അതിന് അത്തരത്തിൽ വാങ്ങുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ ഇതൊരു വലിയ വിലവർധനയല്ല എന്ന ഒരു വിശദീകരണവും ഇതോടൊപ്പം മന്ത്രി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതിപക്ഷം ഏതായാലും വിലവർധനവിനെ ശക്തമായി ചോദ്യോത്തരവേളയിൽ ചോദ്യം ചെയ്തിരുന്നു. പ്രതിപക്ഷത്ത് നിന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞത് ഈ പലതരത്തിലുള്ള വിലവർധന സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ വിലവർധനവിൽ ജനങ്ങൾ ബോധം കെട്ടു പോകുമ്പോൾ ആ ബോധം കെട്ട ആളുകളെ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് വെള്ളം തളിക്കാമെന്ന് വെച്ചാൽ ആ വെള്ളം തളിക്കാൻ വേണ്ടി പോലും പറ്റാത്ത നിലയിലാണ് വെള്ളക്കരവും വർദ്ധിപ്പിച്ചത് എന്ന പരിഹാസ രൂപേണയുള്ള വിമർശനമായിരുന്നു പ്രതിപക്ഷത്ത് നിന്ന് PC വിഷ്ണുനാഥ് MLA നടത്തിയത്. ഇതിന് മന്ത്രി മറുപടി നൽകുകയും ചെയ്തു. അങ്ങനെ ബോധരഹിതരാകുന്നവർക്ക് വെള്ളം തളിക്കണമെങ്കിൽ അതിന് MLA PC വിഷ്ണുനാഥ് പ്രത്യേകം കത്ത് നൽകിയാൽ അത് പരിഗണിക്കാമെന്ന രീതിയിലായിരുന്നു മന്ത്രി ഇതിന് മറുപടി നൽകിയത്. അതേ ശരത്ത്, ഈ PC വിശ്വനാഥിന്റെ പ്രതികരണം ഇന്ന് മനോരമയിൽ വന്ന കാർട്ടൂണുമായി ബന്ധപ്പെട്ടാണ്. മനോരമയിൽ അത്തരം ഒരു കാർട്ടൂൺ ഇന്ന് വന്നിട്ടുണ്ട്.
പത്രത്തിൽ ഇത്തരത്തിൽ എല്ലാ വിലക്കയറ്റവും കൊണ്ട് അവസാനം ബോധം കെട്ട് വീഴുന്നവൻ അവനെ ഇത്തിരി വെള്ളം തളിച്ചവൻ്റെ ബോധം വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളത്തിന് പോലും കരം കൂട്ടി എന്നുള്ള സാഹചര്യം. ശരത്